മലയോര ഹൈവേ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. നിർമ്മാണം നടക്കുന്നതിന് അനുസരിച്ചുള്ള തൊഴിലാളികളും നിർമ്മാണ സാമഗ്രികളും നിലവിൽ ഇല്ല എന്നാണ് ആക്ഷേപം. ശബരിമല തീർത്ഥാടകരുടേത് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. കട്ടപ്പനയ്ക്ക് സമീപം ലബ്ബക്കട മുതൽ ചപ്പാത്ത് വരെയുള്ള നിർമ്മാണമാണ് ഇഴയുന്നത്. പല മേഖലകളിലും കലുങ്കു നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. ഇത്തരം ഭാഗങ്ങളിൽ ഒരു വശത്തുകൂടി മാത്രമാണ് നിലവിൽ യാത്ര സാധ്യമാവുക. റോഡ് പൊളിച്ചിട്ട ഭാഗങ്ങളിലെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കാലതാമസമെടുക്കുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ തുടങ്ങുമെന്ന് പറഞ്ഞ മലയോര ഹൈവേക്ക് വേണ്ടി മലയോര ജനത വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ 1000-1500 വാഹനങ്ങളാണ് ഒരു ദിവസം അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത്. സ്കൂൾ കുട്ടികളുടെ വേറെ, അതുപോലെ ടൂറിസം മേഖലയിലേക്ക് വരുന്ന ആൾക്കാരുടെ വേറെ. ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറഞ്ഞത്, അല്ലെങ്കിൽ മനസ്സിലായത്, ഇത് ഏത് ഗവൺമെന്റാണോ ആ ഗവൺമെന്റുകൾ ഇവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പേരിൽ ഈ പണികൾ ബ്ലോക്കായി എന്നുള്ളതാണ്. റോഡ് നിർമ്മാണത്തിനോടനുബന്ധിച്ച് പല വീടുകൾക്ക് സമീപത്തു നിന്നും മണ്ണ് മാറ്റിയെങ്കിലും സമയബന്ധിതമായി ഇവിടെ സംരക്ഷണ ഭിത്തിയും വീടുകളിലേക്കുള്ള പാതയും നിർമ്മിക്കാത്തതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഹൈറേഞ്ചിൽ ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നാണ് കട്ടപ്പന ചപ്പാത്ത് പാത. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസുകളും ശബരിമല തീർത്ഥാടകരും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. 12,000